ശ്ലോകം 8. തവാവതാരസ്യ ഫലം മുരാരേ. ഹേ മുരാരേ, മുരാസുരനെ വധിച്ച, മുരാസുരൻ്റെ ശത്രു. ഭഗവാൻ ആരും ശത്രുക്കളായിട്ടില്ല. അജാത ശത്രുവാണ് ഭഗവാൻ, ധർമ്മപുത്രരെ പോലെ. പക്ഷെ മറ്റുള്ളവർ ശത്രുക്കളായിട്ട് വിചാരിച്ചാൽ നമ്മളെന്താ ചെയ്യുക? അതാണ്. അതുകൊണ്ടാണ് മുരാരി എന്ന് പറയുന്നത്. മുരാരി. അങ്ങനെ മുരാസുരൻ്റെ ശത്രുവായ മുരാസുരനെ വധിച്ച എടുത്താൽ മതി. ഭഗവാൻ തവാവതാരസ്യ ഫലം, അങ്ങയുടെ അവതാരത്തിൻ്റെ ഫലം, പ്രയോജനം. ആദ്യത്തെ ഫലം പ്രയോജനം. സഞ്ജാതമദ്യേതി, ഇപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടി, അത് ഉണ്ടായി. സഞ്ജാതം, നന്നായിട്ട് ഞങ്ങൾക്ക് ഇതപ്പം കിട്ടി എന്ന് ആകാശത്തിൽ നിൽക്കുന്ന ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണ്. സുരേർനുതസ്ത്വം, ദേവന്മാരെല്ലാവരും ആകാശത്തിൽ നിന്ന് ഭഗവാനെ ആ വിധത്തിൽ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങയുടെ അവതാരം ശത്രുക്കളെ വധിക്കാനുള്ളതാണ്, സജ്ജനങ്ങളെ രക്ഷിക്കാനുള്ളതാണ്, ഞങ്ങൾക്കറിയാം. ആ അവതാരത്തിൻ്റെ ഫലം, പ്രയോജനം ഞങ്ങൾക്കിപ്പോൾ ഇതാ ഇന്ന് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞതായ സമയത്ത് അത് കേട്ടതായ ഭഗവാൻ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. കുട്ടികൾ ദേവന്മാർ പറഞ്ഞ് കേൾക്കുന്നില്ല, ഭഗവാൻ പറയുന്നത് കുട്ടികളും കേൾക്കുന്നില്ല. അതാണ്, ദേവന്മാർക്ക് മാത്രം അത് കേൾക്കാൻ സാധിക്കും. എന്താ ഭഗവാൻ പറഞ്ഞത്? സത്യം ഫലം ജാതമിക. ഇവിടെ ഫലം ജാതം, പഴമുണ്ടായി. അത് സത്യമാണ്. അപ്പോൾ ഫലം എന്നുള്ള വാക്കിൻ്റെ ശ്രേഷ്ഠാർത്ഥം. ആദ്യത്തെ ഫലം പ്രയോജനം, രണ്ടാമത്തെ ഫലം പഴം. പഴം, ധാരാളം പഴമുണ്ടായി, ഞങ്ങൾ നല്ലവണ്ണം തിന്നു, ഇനിയിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നു. സത്യം ഫലം ജാതമിഹ ഇതി ഹാസി എന്ന് ചിരിച്ചുകൊണ്ട്. കൃഷ്ണ ആരെയും നോക്കിയിട്ട് അങ്ങനെ ചിരിക്കുന്നത്? ഒന്നുമില്ല, ആ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്, അത്രയേ ഉള്ളൂ. ദേവന്മാരോട് സംസാരിക്കുന്നൊന്നും കുട്ടികളെ അറിയാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ആ വിധത്തിലുള്ള നമ്മളെല്ലാവരും അജ്ഞാനമുള്ളവരാണ്. അജ്ഞാനമുള്ളവർക്ക് ആ വിധത്തിലുള്ളതായ ജ്ഞാനങ്ങളൊന്നും പറഞ്ഞ് അവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കരുത്. അതാണ്. ന ബുദ്ധിഭേദം ജനേ അജ്ഞാനാം കർമ്മസംഗിനാം. നമ്മളൊക്കെ കർമ്മത്തിൽ സംഘമുള്ളവരാണ്. കർമ്മത്തിൽ സംഘമുള്ള നമ്മളോട് ഈ വിധത്തിലുള്ളതായ ജ്ഞാനങ്ങൾ, അത് ദേവന്മാർ വന്ന് പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്, ദേവന്മാർ വന്ന് സ്തുതിക്കുകയാണ്, പറയാൻ പാടില്ല. അവിടെയൊക്കെ വേറെ എന്തെങ്കിലും പറഞ്ഞ് മാറ്റിക്കൊള്ളണം. ഭഗവാൻ മുമ്പിൽ ഏതാണ് ഒരു അസുരനെ വധിച്ചതായ സമയത്ത് പൂക്കൾ വന്നു. അസുരൻ്റെ ദേഹം തട്ടി ആ പൂക്കളൊക്കെ മോളിപ്പോയി. ആ പൂക്കളാണ് മെല്ലെ വന്ന് എൻ്റെ തലയിൽ വീഴുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തതാണ് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ അവർ നമ്മളെല്ലാവരും അജ്ഞാനികളാണ്, നമ്മളെല്ലാവരും കർമ്മമാർഗത്തിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി ഭഗവാൻ ആ വിധത്തിൽ മാറ്റി പറയണം. ഇവിടെ എന്താ പറഞ്ഞത്? സത്യം ഫലം ജാതമിക. ഇവിടെ പഴം കിട്ടുകയുണ്ടായി എന്നുള്ളത് സത്യം തന്നെ. ഹാസി, ഭഗവാൻ പുഞ്ചരിച്ചുകൊണ്ട്. ബാലൈ സമം, ആ കുട്ടികളോടുകൂടി. താലഫലന്യ പുങ്താഹ, പനമ്പഴങ്ങൾ ധാരാളം ഭക്ഷിച്ചു. നല്ല മധുരമുള്ള പഴമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും കൊടുക്കില്ല, കുട്ടികൾക്ക് കൊടുക്കില്ല, ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടത് കൊടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഴുക്കുന്നതിന് മുമ്പ് അതിനെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതായ ആ കഴമ്പിനെ മാത്രം തിന്നുന്നത്. പഴുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള തോല് അത് നല്ല മധുരമാണ്, ഞാൻ ഭക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കില്ല, ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട്
ആ പുറത്തുള്ള തൊലി അതാണ് ഇതാവണം പഴുക്ക്. അപ്പോൾ ഫലം എന്നുള്ളതായ വാക്കിൻ്റെ ശ്ലേഷാർത്ഥം ഭഗവാന്റെ അവതാരത്തിൻ്റെ ഫലം, പ്രയോജനം. പിന്നെയോ ഇവിടെ ഈ പനമ്പഴങ്ങൾ ആവുന്ന ഫലം, ആ ഫലം ഞങ്ങൾക്ക് ധാരാളം കിട്ടി എന്ന് പറഞ്ഞ് കുട്ടികളുടെ കൂടെ ആ പഴം നന്നായിട്ട് ഭക്ഷിച്ചു. എന്തൊന്നില്ലാതെ വയറ് നിറഞ്ഞു വരും. അതാണ് വേഗത്തിൽ വയറ് നിറയും. കഴമ്പുള്ളതാണ്, കഴമ്പുള്ള പഴങ്ങളാണ്. ഇവിടെയൊക്കെ ഭട്ടതിരിപ്പാടിൻ്റെ പൊടിക്കൈകളാണ് പലതും. ഇതൊന്നും ഭാഗവത്തിനുള്ളതല്ല, അല്ല. പല സ്ഥലത്ത് അങ്ങനെ വരുന്നുണ്ട്, പക്ഷെ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. പദ്യങ്ങളിൽ ആസ്വദിക്കുകയാണ് നമുക്ക് വേണ്ടത്, ആസ്വദിക്കുക. ഈ വിധത്തിൽ നോക്കുക, ഈ ദശകം ശ്ലേഷാർത്ഥങ്ങൾ കൊണ്ടുള്ള ആസ്വാദനമാണ്. അതാണ്. പിന്നെ പല സ്ഥലത്ത് സാഹിത്യത്തിൻ്റെ ആസ്വാദനം വരും, ചില സ്ഥലത്ത് ആധ്യാത്മികത കൊണ്ടുള്ളതായ ആസ്വാദനം വരും. അങ്ങനെ ആസ്വദിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ കൊണ്ട് അതിൽ തെറ്റ് കാണാൻ പാടില്ല. പക്ഷേ ആചാര്യന്മാർ പറയാറുണ്ട്, ഉള്ളത് നമുക്ക് പറയാതിരിക്കാൻ തരമില്ലല്ലോ. ഭാഗവത്തിലില്ല, ഭട്ടതിരിപ്പാടിൻ്റെ പൊടിക്കൈയാണ് ഇതൊക്കെ, പൊടിക്കൈയാണ് എന്ന് പറയും.